നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്കിളെ, ഈ വിഷയം സ്ത്രീ പീഡനം ആയതുകൊണ്ട് ജഡ്ജിമാര് കർശനമായിട്ടുള്ള സ്റ്റാൻഡ് ആയിരിക്കും എടുക്കുന്നത്. ഉറപ്പായും. കാരണം പൊതുസമൂഹം എതിരായിട്ട് നിൽക്കുന്ന കേസാ. മീഡിയ വാർത്തകൾ ചില ജഡ്ജിമാരെ കാര്യമായിട്ട് സ്വാധീനിക്കും. എന്നുവെച്ചാൽ ഉത്തരവിനെ സ്വാധീനിക്കുമെന്നല്ല, ഒരു സമൂഹം എതിരായിട്ട് കാണുന്ന ഒരാൾക്ക് ജാമ്യമോ പരോളോ അനുകൂല വിധിയോ ഇടുന്നത് വിവാദമാകുമോ എന്ന് അവർ ആലോചിക്കും. അർജുൻ സാറിന് നാളെ പരോള് കിട്ടിയേ പറ്റൂ സർ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നാലും എല്ലാ വശങ്ങളും മനസ്സിലുണ്ടാവണമല്ലോ. മോള് സമാധാനായിട്ടിരിക്കേ. മോൾക്ക് വേണ്ടി അച്ഛനല്ലേ വാദിക്കുന്നത്. അച്ഛനപ്പോ എല്ലാം വിശദമായി തന്നെ പഠിക്കും, ശക്തമായിട്ട് തന്നെ വാദിക്കുകയും ചെയ്യും. എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട്, നൂലേട്ട ദിവസം അജോട്ടൻ അവിടെ വീട്ടിലെത്തും. ഇല്ലെങ്കിൽ എനിക്കറിയില്ല എങ്ങനെയാ ഞാൻ ആ ചടങ്ങിനിരിക്കാന്ന്. പൂജേച്ചി സമാധാനമായിട്ടിരിക്കേ, ഉറപ്പായിട്ടും ചേട്ടനെത്തും. കിട്ടിയ തെളിവുകൾ ഹാജരാക്കി നമ്മൾ ശക്തമായിട്ട് വാദിക്കും. ആ വാദത്തിൽ നമ്മൾ ജയിക്കുകയും ചെയ്യും. മോളെ, അർജുനും നമ്മളാരും ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ആരുടെ ഉയർച്ചകളെയും ചവിട്ടി താഴ്ത്തിയിട്ടുമില്ല. അർജുനെ പോലൊരു വ്യക്തിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ കിട്ടുക? നാളെ നമ്മുടെ കേസിന്റെ നിർണായക ദിവസമാണ്. അർജുന് പരോൾ അനുവദിച്ചാൽ അത് നമ്മുടെ കേസിനൊരു ക്ഷീണമാവും. എന്നുവെച്ചാ അർജുൻ ജയിക്കുന്നാണോ? അങ്ങനല്ല. ഇത് ഈ കേസിന്റെ പ്രധാന വാദമൊന്നുമല്ല. അർജുന് പരോള് കൊടുക്കണോ വേണ്ടയോ എന്നതിന് വേണ്ടിയിട്ടുള്ളതാ. നീ കോടതിയിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ആവശ്യമെന്ന് തോന്നിയാൽ കോടതിക്ക് നിന്നെ വരുത്താം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ അറിയാലോ. അതുപോലെയാ കോടതിയിൽ നീ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടത്. എനിക്കറിയാം. നന്ദഗോപൻ എന്ന അഡ്വക്കേറ്റാണ് അവർക്ക് വേണ്ടി വാദിക്കുന്നത്. സീനിയർ അഡ്വക്കേറ്റാണ്. ഈ കേസ് എങ്ങനെ ജയിപ്പിക്കണമെന്ന് അറിയാവുന്ന ആൾ. നിന്നെ കുരുക്കുന്ന ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. എനിക്ക് പേടിയാവുന്നു സർ. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, കരുതിയിരിക്കാനായിട്ടാ. അറിയാലോ, നാവിൽ നിന്നൊരു അബദ്ധം വീണാൽ തീർന്നു. അതോടെ പലരും കുഴപ്പത്തിലാവും. അതുകൊണ്ട് ഓരോ വാക്കും മനസ്സിലിട്ട് ആലോചിച്ചിട്ടേ പറയാവൂ. കോടതിയിൽ നന്ദഗോപൻ ഓരോ ഘട്ടത്തിലും ഇടപെട്ടുകൊണ്ടേയിരിക്കും. സർ, നന്ദഗോപൻ വക്കീല് ചോദിക്കുന്നതിന് ഉത്തരവില്ലാതായി പോയാലോ? എന്തിനാ ഉത്തരവില്ലാതാവുന്നത്? എല്ലാ കാര്യങ്ങളും വ്യക്തമായി ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? ദേ സ്വാതി, വക്കീൽ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ കാര്യം അങ്ങ് പറഞ്ഞേക്കണം. അതാണ് പ്രധാനം. അവിടെ പതറിയാൽ തീർന്നു. ഇതൊരു നിസ്സാര കാര്യമല്ല, അറിയാലോ. ജീവിതം എന്ന പോരാട്ടമാണ്. നീ കോടതിയിൽ പേടിച്ചു വിറയ്ക്കുന്നു എന്ന് തോന്നിയാൽ അവിടുന്ന് നന്ദഗോപൻ കയറും. നിന്നെ കൂട്ടിൽ നിർത്തി വിറപ്പിക്കും. നീ വരുത്തുന്ന ഓരോ തെറ്റിൽ നിന്നും അയാൾ പിടിച്ചു കയറും. പുതിയ പുതിയ പോയിന്റ്സുകൾ കണ്ടെത്തും. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ നിന്നെ പേടിപ്പിക്കുകയല്ല, കേസിന്റെ ഗൗരവം ഓർമ്മിപ്പിക്കുകയാണ്. നീ അർജുനുമായി കണ്ട ദിവസം, കണ്ട സമയം ഉൾപ്പെടെ ദിവസങ്ങളും സമയവും കൃത്യമായിരിക്കണം. അങ്ങനെ തോന്നുന്നു, ഇങ്ങനെ തോന്നുന്നു തുടങ്ങിയ മറുപടികളൊന്നും വേണ്ട. ഉത്തരങ്ങൾ കൃത്യമായിരിക്കണം. ഇനി അഥവാ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് നിനക്ക് തോന്നിയാൽ അങ്ങ് ബോധം കെട്ട് വീണേക്കണം. അല്ലാതെ വേറെ വഴിയില്ല. നിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അന്നത്തെ വാദം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യും. അവിടെ ഞങ്ങൾ ഇടപെട്ടോളാം. നീ പേടിക്കണ്ട. സർ, സാറ് പറഞ്ഞു തരുന്നത് പോലെ പറഞ്ഞോളാം. എന്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കി തന്നാ മതി. അതിനു വേണ്ടിയാണല്ലോ ഞാൻ എന്റെ ജീവിതം ഹോമിക്കുകയും ഇതിനൊക്കെ കൂട്ടു നിൽക്കുകയും ചെയ്യുന്നത്. എനിക്ക് എന്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കണം. അത് ഞാൻ വാക്ക് തന്നല്ലേ. നിന്റെ അച്ഛനെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കും. അത് നിനക്കുറപ്പിക്കാം. എന്റെ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ഞാൻ ചെയ്തിരിക്കും. ഞാൻ ഒരു കാര്യവും തെറ്റിക്കില്ല. ചോദിക്കുന്നതിന് കൃത്യമായ ഉത്തരം കൊടുക്കും. സാറ് പറഞ്ഞതുപോലെ ഇനി എന്തെങ്കിലും പിഴവ് പറ്റുമെന്ന് തോന്നിയാ ഞാൻ ബോധം കെട്ട് വീഴാം. അത് മതി. എന്തായാലും പരോളിന് വേണ്ടിയിട്ടുള്ള വാദത്തിന് ആവശ്യമാണെങ്കിൽ മാത്രമേ നിന്നെ വരുത്തൂ. പക്ഷെ നിന്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് കോടതിക്ക് തോന്നിയാൽ കോടതി നിന്നെ ഒളിപ്പിക്കും. മനസ്സിലായല്ലോ?
ഷാജി, നാളെയാണ് എൻ്റെ ജീവിതത്തിലെ നിർണായക ദിവസം. എൻ്റെ പരോൾ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള കേസ് വാദം. സാർ, ഞാൻ പറഞ്ഞില്ലേ, സാറിന് പരോൾ ഉറപ്പാ. എന്നെ പോലല്ല സാറ്. സാറിനെ സ്നേഹിക്കുന്ന വലിയൊരു കുടുംബമുണ്ട്, അവരുടെ പ്രാർത്ഥനയുണ്ട്, സ്നേഹമുണ്ട്. സാറിന് ഉറപ്പായിട്ടും പരോൾ കിട്ടും. ഷാജിയുടെ വാക്കുകൾ എന്നിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. സാറ് സന്തോഷത്തോടെ ഒന്ന് നൂലുകെട്ടിൽ പങ്കെടുക്കണം. കുടുംബമായിട്ട് ഒന്നിച്ച് കഴിയും, സന്തോഷിക്കുക. ഞാൻ ഒരു കാര്യം പെട്ട സാറേ. എന്താ ഷാജി? എന്റെ സാറെ, പരോൾ നേട്ടാൻ എനിക്ക് പേടിയാ. സത്യം, ഞാൻ പരോളിനൊന്നും അപേക്ഷിക്കാറില്ല. എന്റെ പൊന്നോ, ഇങ്ങോട്ട് കൊണ്ടു തന്നാലും വേണ്ടായേ. അതെന്താ ഷാജി? ഒന്നാമത് പോകാൻ ഇടവില്ല, കാത്തിരിക്കാൻ ആളുമില്ല. പിന്നെ എവിടെ പോകാൻ? സാറിനെ പോലുള്ളവർക്കാ പരോള്. എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുമായിരിക്കും അല്ലേ? പിന്നെ അല്ലാതെ. ദേവി, എൻ്റെ ജീവിതത്തിലെ, അല്ല ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസം ഇന്ന്. എൻ്റെ പ്രാർത്ഥനയും ശ്രമങ്ങളും ഒക്കെ ഫലം കാണുമെന്നറിയുന്ന ദിവസം. ഞങ്ങളുടെ വിഷമവും സന്തോഷവും ഒക്കെ ആദ്യം വന്നറിയിക്കുന്നത് ഇവിടെയാ. ഞങ്ങൾ തളരുമ്പോൾ ഞങ്ങളെ പിടിച്ചെണീപ്പിക്കുന്നത് ദേവിയാ. ആ അനുഗ്രഹം ഇന്ന് കോടതി മുറിയിലും ഉണ്ടാവണം. നാളെ എൻ്റെ മോളുടെ നൂലുകെട്ട് ചടങ്ങിന് അജുവേട്ടൻ ഇവിടെ ഉണ്ടാവണം. കോടതിയിൽ സത്യം വിജയിക്കാൻ വഴിയൊരുക്കിയാൽ മതി. അജുവേട്ടൻ ഈ വീട്ടിലെത്തും. ദൈവങ്ങളെ മാത്രം വിശ്വസിച്ച് ഈ പാദങ്ങളിൽ നമസ്കരിച്ച് ഞാൻ ഇറങ്ങാം. കാത്തോണേ. അമ്മേ, അച്ഛമ്മേ, കനകേച്ചി, മധുവൻറ്റി, അങ്കിൾ, ഞാൻ ഇറങ്ങാം. മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ. മോളുടെ പ്രാർത്ഥന ദൈവം കേട്ടു കഴിഞ്ഞു, ഉറപ്പാ. ഇങ്ങനെ ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിച്ചാൽ ഏത് ഈശ്വരനാ മോഹം തിരിക്കാൻ സാധിക്കുക? മോളെ, പേപ്പറെല്ലാം എടുത്തിട്ടുണ്ടല്ലോ. ഒക്കെ അച്ഛൻ്റെ കയ്യിലാ. അച്ഛൻ കൊണ്ടുവരും. മോളെ, ഞാനും കൂടി വരട്ടെ? വേണ്ടമ്മേ. കോടതിയിൽ അമ്മ ഒന്ന് വാദങ്ങളൊക്കെ കേൾക്കുമ്പോ അമ്മയ്ക്ക് വിഷമാവും. അതെ, ചേച്ചി പോണ്ട. മറ്റേ വക്കീല് ആളൊരു കുഴപ്പക്കാരനാ. അയാൾ പറയുന്നത് കേട്ടാൽ ചേച്ചി ചിലപ്പോ ടെൻഷനാവും. മോളെ, മോൾ ഒട്ടും സംശയിക്കണ്ട. അർജുൻ മോൻ ഇവിടെ വരും. കനകേച്ചി, ഇത് ഞാൻ അങ്ങോട്ട് പറയാ. നിങ്ങൾക്കൊരു വിഷമവും വേണ്ട. നാളെ ഈ സമയത്ത് ഇവിടെ സന്തോഷത്തിന്റെ അന്തരീക്ഷമായിരിക്കും. ഈ വീട്ടിൽ സദ്യ ഉണ്ണാൻ അജുവേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും.